ബിഗ് ബോസ് മലയാളം ഇതുവരെ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരുപക്ഷെ ഏറ്റവും വെയിറ്റ് കൂടിയ ഒരു മത്സരാർത്ഥിയാണ് അഖിൽ മാരാർ. ഞാൻ മത്സരാർത്ഥി എന്ന് എടുത്തു പറഞ്ഞത് നല്ല ബോധ്യത്തോടെ തന്നെയാണ്. അതായത് മലയാളം ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള സീസണുകൾ എടുത്തു നോക്കിയാൽ ബിഗ് ബോസിനകത്തെ അഖിൽ മാരാർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അതായത് അഖിലിന്റെ ഒരു ജേണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ ബിഗ് ബോസിനെ ഭയങ്കരമായിട്ട് എതിർത്ത് വിമർശിച്ച് സംസാരിച്ച ഒരാൾ, ആ വ്യക്തി പിന്നീട് ബിഗ് ബോസിലേക്ക് വരുന്നു. ബിഗ് ബോസിൽ വന്നിട്ട് വെറുതെ പോയില്ല, കപ്പും കൊണ്ട് തന്നെ പോകുന്നു, ജയിക്കുന്നു. പിന്നീട് ബിഗ് ബോസിന്റെ തന്നെ ഒരു പ്രചാരകനായിട്ട് മാറുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബിഗ് ബോസിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. വളരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അത് വലിയ വിവാദങ്ങളൊക്കെ ആകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അഖിലിന്റെ പേഴ്സണൽ ഒരു ജേണി നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഒരുപാട് വിഷയങ്ങളിൽ, പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നു. ഒടുവിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോവാണ്. പല പാർട്ടികളിലും പോകുമെന്ന് കരുതി, പക്ഷെ അദ്ദേഹം 2020 പോയി. 2020 ആണെങ്കിൽ NDA പോയി. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെടുന്നു. അതിൻ്റെ പേരിൽ ട്രോളുകളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നു, സ്വയം രാജിവെച്ച് പോകുന്നതാണ്. ഒരുപാട് അലിഗേഷൻസ് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരാർ സ്വർഗത്തിൽ നിന്ന് അഖിൽ മാരാറിനെ എടുത്ത് കടലിലോട്ടിട്ടൊരവസ്ഥയിലായി കാണുമെന്നാണ് തോന്നുന്നത് ആ ഒരു ഘട്ടത്തിൽ. കാരണം മലയാളം ബിഗ് ബോസിൽ വന്ന് ഇത്രയും സക്സസ് ആയിട്ടുള്ള അധികം പേരെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം സക്സസ് ആയിട്ടുണ്ടാവും പലരും പല രീതിയിൽ. പക്ഷെ അഖിൽ മാരാർ ശരിക്കും പുള്ളിയുടെ ഒരു സാമ്രാജ്യം പുള്ളിയുടേതായ രീതിയിൽ കെട്ടി ഉയർത്തി സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു റോങ് മൂവ് എടുത്തത്. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ അഭിനയ മേഖലയിലോ അതല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒക്കെ എല്ലാത്തരം വിഷയങ്ങളിലും ഇടപെട്ട് ഇപ്പോൾ സെലിബ്രിറ്റി ആയിട്ട് ഉദ്ഘാടനങ്ങൾ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയിലുള്ള ആളുകളുമായിട്ട് ഇടപെട്ട് ബിസിനസ് മേഖലയിൽ നിൽക്കുക, ഇങ്ങനെയൊക്കെ പദ്ധതിയുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്ന സമയത്ത് 1000 വട്ടം ആലോചിക്കണം. വിജയിയൊക്കെ പോലെ കരിയറിന്റെ അവസാന കാലത്ത് എന്താണെങ്കിലും നേരിടാൻ തയ്യാറായിട്ട് ഫിനാൻഷ്യലി ഒക്കെ സെറ്റിൽഡായി, വെൽ സെറ്റിൽഡായി ജീവിതത്തിന്റെ അവസാന കാലത്ത് ഒരു രാഷ്ട്രീയം തിരഞ്ഞെടുത്ത് പോകുന്നത് പോലെ അല്ല കരിയറിന്റെ നല്ല ടൈമിൽ നിൽക്കുന്ന സമയത്ത് പൊളിറ്റിക്സിലേക്ക് പോകാന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് സക്സസും ആവാം, അതേസമയം തന്നെ രണ്ട് സൈഡ് മൂർച്ചയുള്ള വാള് പോലെയാണ്, ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് പണിയും കിട്ടാം. സോ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം നമ്മുടെ മമ്മൂക്ക പോലെ അല്ലെങ്കിൽ ലാലേട്ടനെ പോലെയുള്ള ആളുകൾ പോലും തുറന്ന് രാഷ്ട്രീയം സംസാരിക്കാതിരിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയം തുറന്ന് പറയുന്നതിന് ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്, പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക്. അഖിൽ മാരാർ ഒരു രാഷ്ട്രീയം തിരഞ്ഞെടുത്തപ്പോൾ ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ അഖിൽ പെട്ടുപോയൊരവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്ന്, അതായത് അഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിന്റെ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ പ്യുവർലി അഖിലിന്റെ ടാലന്റ് കൊണ്ട് തന്നെയാണ് അഖിൽ പലതും ജീവിതത്തിൽ നേടി മുന്നോട്ട് വന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ആരും പിടിച്ച് എന്താ നിങ്ങൾ നന്നായിക്കോ എന്ന് പറഞ്ഞ് അഖിലിന് എന്തെങ്കിലും കൊടുത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളെ കൈപിടിച്ചുയർത്താനായിട്ട് ചിലപ്പോൾ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ കടന്നു വരും. ശരിക്കും ബിഗ് ബോസ് അഖിലിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഖിലിന്റെ ജീവിതത്തിൽ കൈ കൊടുത്ത ഒരാളാണ്. അഖിൽ തറയിൽ നിന്ന് മുകളിലേക്ക് കയറി വരാനായിട്ട് കൈ കൊടുത്തൊരു ഒരു വ്യക്തിയായിട്ട് നമുക്ക് ബിഗ് ബോസിനെ കാണാം. ആ കൈ പിടിച്ച് കയറി വന്നത് അഖിലിന്റെ മിടുക്ക് തന്നെയാണ്. പക്ഷെ വീണ്ടും അഖിൽ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീണപ്പോൾ ഇപ്പോൾ അഖിലിന് വീണ്ടും ഒരു കൈ കൊടുത്തുകൊണ്ട് ബിഗ് ബോസ് തന്നെ അഖിലിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ശരിക്കും മലയാളം ബിഗ് ബോസ് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസിൽ അല്ലെങ്കിൽ സ്റ്റാറുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ്, ഏറ്റവും ടോപ്പിൽ വെക്കാൻ പറ്റുന്ന ഒരാളാണ് അഖിൽ. ബിഗ് ബോസിനകത്തുള്ള അഖിലിന്റെ കൺസിസ്റ്റൻസി എടുത്തു പറയേണ്ടതാണ്. ഞാനിപ്പോൾ ശരിക്കും അഖിലിന്റെ ഈ അഗ്നി പരീക്ഷയിലുള്ള ജഡ്ജ്മെന്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അഖിലിന്റെ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി അത് അഖിൽ തന്നെയാണ് ബിഗ് ബോസിനകത്ത് ഇപ്പോഴും. അതിലൊരു തർക്കമില്ല കേട്ടോ. ആ ബിഗ് ബോസിനകത്തുള്ള അഖിലിനെ ചലഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പുറത്ത് അഖിൽ പറയുന്ന രാഷ്ട്രീയങ്ങൾ, പുറത്ത് അഖിൽ പറയുന്ന കാര്യങ്ങളെ ചലഞ്ച് ചെയ്യാനും അഖിലിനെ കൗണ്ടർ ചെയ്യാനും പരാജയപ്പെടുത്താനും അത്ര ബുദ്ധിമുട്ടല്ല. കാരണം പുറത്ത് കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ്. പക്ഷെ ബിഗ് ബോസിനകത്ത് അഖിൽ ഒരു വേറെ സ്റ്റാറാണ്, വേറെ പറയാതിരിക്കാൻ കഴിയില്ല. അത് ഇപ്പോൾ ശരിക്കും അഖിലിൻ്റെ ഒരു കംബാക്ക് ആണെന്ന് തോന്നുന്നു കാണുന്നത്. അഖിലിനൊരു വീഴ്ച പറ്റിയ സമയത്ത് ശരിക്കും ബിഗ് ബോസ് വീണ്ടും ഒരു വലിയ ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് അഖിലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബിഗ് ബോസിൻ്റെതായിട്ടുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മലയാളത്തിൽ വളരുകയാണ്.
ശരിക്കും ഒരു വലിയൊരു യൂണിവേഴ്സ്, ബിഗ് ബോസ് യൂണിവേഴ്സ് തന്നെ ഇന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു ഷോ മലയാളത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. രഞ്ജിനി തന്നെ ഫസ്റ്റ് സീസണിൽ വന്ന ആളാണ്. ഇതാ ഇപ്പോൾ 8ാമത്തെ സീസണുമായി ബന്ധപ്പെട്ട് അഗ്നിപരീക്ഷ വന്നപ്പോൾ ജഡ്ജായിട്ട് അവിടെ ഇരിക്കുകയാണ്. സോ ബിഗ് ബോസ് അവരുടെ ഷോയിലൂടെ വരുന്ന ആളുകളെ മറക്കാറില്ല, പ്രത്യേകിച്ച് കഴിവുള്ളവരെ. അത് പ്രത്യേകിച്ച് റിയാസിന്റെ കാര്യം എടുത്താൽ എത്ര തവണയാണ് റിയാസ് ബിഗ് ബോസിൽ കയറി ഇറങ്ങുന്നത് നോക്കൂ. മുൻപ് വന്ന റിയാസിന്റെ 4ാമത്തെ സീസൺ ആയിരുന്നു. അതിനുശേഷം എത്രയോ സീസണുകളിൽ റിയാസ് പല റോളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ റിയാസ് വീണ്ടും ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷയിൽ ജഡ്ജായിട്ട് വന്നിട്ടുണ്ട്. സോ മലയാളം ബിഗ് ബോസിലൂടെ കടന്നു വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിൽ കഴിവുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഈ ഷോ നിലനിൽക്കുന്നിടത്തോളം കാലം തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ അഖിലിന്റെ കാര്യത്തിൽ ഇത് ഭയങ്കര ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഖിൽ സ്മാർട്ടായിട്ട് പെർഫോം ചെയ്യുന്നുമുണ്ട്. സോ അഖിലിന് ഉണ്ടായിട്ടുള്ള കുറേയൊക്കെ നെഗറ്റിവിറ്റി ഒക്കെ ഒരു പക്ഷേ മേ ബി ഈ ഒരു ഷോയിലൂടെ തന്നെ വീണ്ടും മാറാനും അത് അഖിലിന് പോസിറ്റീവായിട്ട് മാറാനും സാധ്യതയുണ്ട്. അഖിലിനെ പോലെയുള്ള ആളുകൾക്ക് രാഷ്ട്രീയം പറയാം, പക്ഷെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി നിന്ന് രാഷ്ട്രീയം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളും ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾക്കും ഒക്കെ ആൻസർ ചെയ്യേണ്ടി വരും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ അലയൻസിന്റെയോ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ. അതേസമയത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന കാര്യങ്ങളോട് മാത്രമേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ, മറ്റുള്ളവർ പറയുന്നതിൻ്റെ ഉത്തരവാദിത്തം നമുക്കില്ല. കാരണം നമുക്ക് അതിൽ വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അഖിൽ തുടക്കത്തിലൊക്കെ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം എടുത്തൊരു സ്റ്റാൻഡ് ഒറ്റയ്ക്ക് നിന്ന് തൻ്റെ നിലപാടുകൾ പറയുക എന്നതായിരുന്നു. ഒരുപക്ഷെ ആ ഒരു സ്ട്രാറ്റജി തന്നെയായിരിക്കും തുടർന്നുള്ള ലൈഫിലും അഖിലിന് ബെറ്റർ എന്ന് തോന്നുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.